Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Okay, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? ഒന്ന് അറിയാമോ? ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞില്ലേ? ചിലപ്പോ കഴിച്ചു. അപ്രോച്ചസ് എല്ലാം കഴിഞ്ഞില്ലേ നമ്മൾ എടുത്ത? ഒക്കെയാണോ? അപ്രോച്ചസ് കഴിഞ്ഞില്ലേ? സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻ അല്ലേ നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത്? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് എംപ്ലോയീസ് റിലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ട. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അതിന്റെ ഒരു അല്ലെ സക്സസ് എന്ന് പറയുന്നത് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമ്മൾക്ക് അറിയാം, ഒരു എംപ്ലോയി എന്നുള്ള ഒരു റിലേഷൻഷിപ്പിനേക്കാൾ അപ്പുറം എന്താണ് മാർക്കറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഗവൺമെന്റുമായിട്ടുള്ള ബന്ധമാണെങ്കിലും, അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും, അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് സ്മൂത്ത് ആയിട്ട് തന്നെ അവിടെ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും നമ്മള് എന്താണ് എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒരു ഡിസ്പ്യൂട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് അവരുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും അല്ലെ. ബിസിനസ്സിന് തീർച്ചയായിട്ടും എന്താണ് ചിലപ്പോൾ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മോസ്റ്റ്ലി എന്താണ് നന്നായിട്ട് റൺ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കില്ല. എവിടെയെങ്കിലൊക്കെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നാൽ എവിടെയെങ്കിലും ബ്രേക്ക് വരും. ഇൻ കേസ് മാർക്കറ്റിൽ ചിലപ്പോൾ ചില സെയിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരായിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ടത് മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ, മിനിമൈസ് ദ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. പ്രധാനമായിട്ടും റിലേഷൻഷിപ്പിൽ അടുത്ത് പറയുന്ന ഒരു കാര്യം പറയുന്നത് മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് അല്ലെ, വ്യവസായികമായിട്ടുള്ള തർക്കങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് are prone to industrial dispute which occur as a result of various differences. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ അല്ലെ, പ്രോൺ എന്ന് വെച്ചാൽ അത് സാധ്യമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ബിസിനസ് യൂണിറ്റിനെ പോലെ തന്നെ അതേ നേച്ചറുള്ള വേറൊരു ബിസിനസ് യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ നമ്മൾ എൻ കേസ് ഒരു മെഡിക്കൽ ഷോപ്പ് എടുത്താലും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് എടുത്താലും എന്തെടുത്താലും നമുക്കറിയാം അവിടെ തന്നെ ഒരു കുറച്ചും കൂടി അങ്ങ് നീങ്ങി കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള വേറൊരെണ്ണം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, കേസ് കമ്പനികളൊക്കെ തന്നെയാണെങ്കിലും അവിടെയുള്ള ഒരു അല്ലെ ഇതേ ഫാക്ടറി തന്നെ വേറൊരു സ്ഥാപനത്തിന് വേറെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലുണ്ടെങ്കിലും ഇവിടെയുള്ള എംപ്ലോയീസിന്റെ ആ ഒരു
മനോഭാവമായിരിക്കണമെന്നില്ല അവിടെ ഉണ്ടാവും അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്കും അവയർനെസ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. Then, for example, failure to fulfill basic human desires or lacking a sufficient motivation to gain satisfaction, etc. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അവര് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെ, ഒരു കമ്പനി ആണെങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു ജോലിക്ക് പോകുമ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന പശ്ചാത്തലങ്ങളൊക്കെ അവിടെ ഒരുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും അല്ലെ കൂടുതൽ റിസ്ക് എടുത്ത് അവർ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷനോ റിട്ടേണൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. Some forms of industrial disturbance also obstruct industrial unity. Example, strikes, lockouts, ghost work, tactics, grievances, and heroes, etc. Okay, നമുക്കറിയാം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉടലെടുത്ത് വരുമ്പോഴെന്താണ് അവിടെ എന്താണ് ചിലപ്പോൾ സ്ട്രൈക്കുകൾ വരാനായിട്ടുള്ള അല്ലെ, സമരങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്താണ് ആ ജോലിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അല്ലെ, അവിടെ ആ യൂണിറ്റിലേക്ക് വരാതിരിക്കാനായിട്ട് അവരുടെ ലോക്കൗട്ടൊക്കെ നടത്തിയെന്ന് വരാം. അതല്ലെങ്കിൽ ഗോസ്റ്റ് സ്ട്രൈക്ക് അല്ലെ, എന്തെങ്കിലും എന്താ പറയാ, നമ്മളൊരു സമര മുന്നണി എന്നുള്ള പോരാളി എന്നുള്ള നിലയിൽ വന്നിട്ട് എന്തെങ്കിലും ആ ബിസിനസിന്റെ ആ ഒരു സാധാരണ രീതിയിലുള്ള ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് ഇൻ കേസ് ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവരെ അനുഗമിക്കുന്ന അനുഗാമികളായിട്ട് തന്നെ മറ്റുള്ളവരെയും കൂടിയും അവിടെയുള്ള വർക്കേഴ്സിനെയൊക്കെ പങ്കാളിയാക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴേ അവിടെ എന്താ പ്രത്യേകത, ഈ കോൺഫ്ലിക്ട്സുകളൊക്കെ ഈ തരത്തിലുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു മിനിമൈസേഷൻ വരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഓൾ ദീസ് ഇഷ്യൂസ് ക്യാൻ ബി ഹാൻഡിൽഡ് ത്രൂ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് മാത്രമാണ്, നല്ലൊരു വ്യവസായിക ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ഒത്തുതീർപ്പോട് കൂടിയിട്ട് എന്താണ് സമാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നമ്മുടെ ജോലിയെ അല്ലെ ആ കമ്പനിയുടെ നല്ല നടത്തിപ്പിനെ കാര്യമായി ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്, മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള തർക്കങ്ങളെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാനോ? നെക്സ്റ്റ്, ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൽ. എന്താണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്? വർക്കേഴ്സ് മൊറൽ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ മനോവീര്യം അല്ലെ, മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴും അവർക്ക് നല്ലൊരു അല്ലെ വർക്കേഴ്സിന് പരസ്പരം തമ്മിലൊരു മനോവീര്യം, ഒരു നല്ല അഭിമാനത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മധൈര്യവും അല്ലെ അഭിമാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മൊറൽ. ദ എംപ്ലോയി ആൻഡ് the employer think about the benefit of each other. Okay, എപ്പോഴും എന്താണ് തൊഴിലുടമയാണെങ്കിൽ തൊഴിലാളികളാണെങ്കിലും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് അല്ലെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു ചിന്താഗതിയോടെ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയെങ്കിൽ നമുക്കറിയാം അതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെ നേരിടും അല്ലെ. വർക്കേഴ്സ് വർക്ക് eagerly for the achievement of the organizational goals. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ അവരെ ആകാംക്ഷാഭരിതരായിരുന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം ഈ ആ ടാർജറ്റ് നമുക്ക് ഈ ടൈമിനുള്ളിൽ നേടണമെന്ന് അവർ ഒറ്റക്കെട്ടായിട്ടാണ് ആ മനോഭാവത്തോട് കൂടിയിട്ടാണ് അവരെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എന്താ, അവരുടെ ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ലൊരു വ്യാവസായിക ബന്ധമുണ്ട് അല്ലെ. തൊഴിലാളിയും തൊഴിലുടമകളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുമ്പോൾ എന്താണ് അവർ ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്താണോ ഗോള് ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് തൊഴിലുടമയോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് തൊഴിലാളികളും തയ്യാറാവും. അതുകൊണ്ടാണ് പറയുന്നത് വർക്കേഴ്സ് വർക്ക് eagerly for the achievement of the organization goals. This is because the workers believe that they share the same concern as the employer. എംപ്ലോയറെ പോലെ തന്നെയാണ് എന്താണ് അവിടെ തൊഴിലാളികളും കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അവരെ ഒരേപോലെയുള്ള ഒരു പങ്കാളിത്തം കൊടുക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താണ് അവരുടേതായിട്ടുള്ള ഗോൾസ് ആ ഒരു ഇൻഡസ്ട്രിയിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്
ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. This as a result stimulates them to work harder. Okay, അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ആണ് അവിടെയുള്ള ഓരോ എംപ്ലോയിലും നിഷിദ്ധമാകുന്നത് അല്ലെ. അപ്പൊ ഇൻ കേസ് ഒരു ഡിസിഷൻ ഒക്കെ ഒരു എംപ്ലോയർ അങ്ങോട്ട് എടുത്തിട്ട് എംപ്ലോയിനെ കൊണ്ട് ആ ഡിസിഷനൊക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക, ഇതൊക്കെയാണ് ടേംസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെയാണ്, ഈ രീതിയിൽ നിങ്ങൾ ടാർഗറ്റ് അറ്റൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓർഡർ അങ്ങോട്ട് എടുത്ത് അല്ലെ പോളിസികൾ അങ്ങനെ രൂപീകരിച്ചിട്ട് അവരെ കൊണ്ട് അത് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതേസമയം അവരെ കൂടി നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നല്ലൊരു ഡിസിഷൻ അവരെ കൂടി ഇൻവോൾവ് ചെയ്ത് കുറച്ച് ഡിസിഷൻ ഒക്കെ എടുത്ത് നടപ്പാക്കുമ്പോൾ എന്താ പ്രത്യേകത, അവരും കൂടിയും പരിശ്രമിക്കും അല്ലെ, ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് അവരും കൂടിയും ഹാർഡ് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താ പ്രത്യേകത, ഇൻക്രീസസ് വർക്കേഴ്സ് പറയുന്നത് അവരുടെ മനോധൈര്യം അല്ലെങ്കിൽ മനോവീര്യം കൂടി അവര് വർദ്ധിപ്പിക്കും. ഓക്കെ അല്ലേ. വീണ്ടും നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ്. എംപ്ലോയേഴ്സ് ഓൾസോ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആർ നോട്ട് ഓൺലി ഡ്യൂ ടു ദെയർ എഫേർട്സ് ആൻഡ് വർക്കേഴ്സ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, എംപ്ലോയർ അവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ എഫേർട്ട് കൊണ്ടല്ല അല്ലെ, തൊഴിലുടമകളുടെ മാത്രം എഫേർട്ട് കൊണ്ടല്ല ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ലാഭം നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. പിന്നെ അവിടെ എന്താ പറയുന്നത്, വർക്കേഴ്സ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. ആ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് വർക്കേഴ്സും അവരുടെ പരിശ്രമം കഠിനാധ്വാനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു അസംഷനിലേക്ക് തീർച്ചയായിട്ടും എംപ്ലോയർ എത്തുമ്പോൾ എന്താണ് അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ആ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. therefore workers should be given a equal share of the benefits. നമുക്കറിയാം അങ്ങനെ വരുമ്പോഴെന്താ പ്രത്യേകത, ആ ഒരു അസംഷനിൽ എത്തുമ്പോൾ എംപ്ലോയർ എന്താണ് അവരുടെ ലാഭവിഹിതം എംപ്ലോയിക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കും അല്ലെ. പൊതുവെ അങ്ങനെയൊക്കെയാണോ, ചില ഇൻഡസ്ട്രികളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അല്ലെ. അവരുടെ നിശ്ചിത കൂലി മാത്രം കൊടുത്തിട്ട് പ്രോഫിറ്റുകളൊക്കെ മുഴുവനും എടുക്കുന്ന തൊഴിലുടമകളുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പനികളിലൊന്നും വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് താല്പര്യപ്പെടില്ല അല്ലെ. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ ചെറിയ പോർഷൻ അവർക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന കമ്പനികളായിരിക്കും, അവിടെ വർക്ക് ചെയ്യാനായിരിക്കും ഏതൊരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസ് വർക്കേഴ്സ് പറയും. വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു മനോവീര്യം വർദ്ധിക്കുന്നു, അവര് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കുന്നു. അതേപോലെ തന്നെ എംപ്ലോയറും എന്താണ് തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചെന്നുള്ള ആ ഒരു എയിമില് ആ ഒരു കാര്യത്തിനോട് കൂടി അവർക്കും കൂടി അവരുടെ പ്രോഫിറ്റുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കും. സെക്കൻഡ് പോയിന്റ് ഇൻക്രീസ് മൊറൈൽ വർക്കേഴ്സ് മൊറൈൽ അല്ലെ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. നിങ്ങള് പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോണം. അതായത് ആ ഹെഡിങ്ങുകളെങ്കിലും നമുക്കറിയാം വലിയ അല്ലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, നമുക്ക് ടെസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാത്തിലും ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് സ്കോപ്പും നേച്ചറും എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെഡിങ്ങുകളൊന്നും മാറിപ്പോകാതിരിക്കാം, പോയിന്റ്സുകളൊക്കെ ഒന്ന് മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ആ ഹെഡിങ് പോയിന്റിന്റെ ഹെഡിങ് എങ്കിലും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, so minimizes industrial conflicts and the second point increases workers morale. Then third point continue cheyalo. Okay, provides fair benefits to workers. Okay, എന്താണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിന് ഒരു ന്യായമായ കൂലി അവർ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർ സൗഹൃദത്തോടെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ന്യായമായ കൂലി കിട്ടിയിട്ടുണ്ടാവും അല്ലെ. The workers must be given enough monetary and non-monetary motivation so that they can live balanced life.
ഓക്കെ, ഇവിടെ പറയുന്ന രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. എന്താണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ആ ടൈമിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് പണസംബന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുമ്പോൾ, സാലറി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ കൂടുതൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹോളിഡേക്ക് അല്ലെ അവര് ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ സാലറി കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും പണസംബന്ധമായ രീതിയിൽ തന്നെ അവർക്ക് പേയ്മെന്റ് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മോണിറ്ററി ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതേസമയം നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പണപരമായ രീതിയിലല്ല അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് കൊടുക്കുന്നത്. ഇൻ കേസ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ലീഡർഷിപ്പ് പവർ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യുക, മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കുക, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള അവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിഷ്യറി പാക്കേജ് ആണ് അവർക്ക് കൊടുക്കണമെങ്കിൽ അത് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, മോണിറ്ററി എന്ന് പറയുമ്പോൾ പണപരമായ രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കൂട്ടി കൊടുക്കുമ്പോൾ ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുമ്പോഴാണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി എന്ന് പറയുന്നത് പണപരമായ രീതിയിലല്ല, അവിടെ ക്യാഷ് അല്ല പ്രധാനമായിട്ട് വരുന്നത്, മറ്റെന്തെങ്കിലും അല്ലെ അവർക്ക് ഇച്ചിരി കൂടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തക്ക വിധത്തിൽ എന്തെങ്കിലും ബെനിഫിഷ്യറി പാക്കേജുകൾ ലഭ്യമാക്കുന്നതാണ് നോൺ മോണിറ്ററി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വർക്കേഴ്സിന് സാധാരണ രീതിയിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കാം, സോ ദാറ്റ് ദേ ക്യാൻ ലീവ് എ ബാലൻസ്ഡ് ലൈഫ്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം, അവർക്ക് ബാലൻസ് ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് നിശ്ചിതമായ ഒരു സാലറി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് അതിന് പുറമെയാണ് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടുന്നത്. അതല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലൊക്കെ ഒരു നല്ല സ്ഥാനപ്പേരൊക്കെ കിട്ടുന്നത് ഇത്തരത്തിൽ അവർ വർക്ക് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുമ്പോഴാണ്, അത് പരിഗണിക്കുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ തന്നെ ഒരു നല്ലൊരു മൂല്യത്തോടു കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇൻ കേസ് ഭാവിയും കൂടി സുരക്ഷിതമായിട്ട് ഉറപ്പാക്കിയിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദിസ് ഈസ് എ പോസിബിൾ ഓൺലി when the industrial relations between the workers and the management are friendly. നിങ്ങൾക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവർ തമ്മിൽ വേണം, അല്ലെ? അവിടെ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് അവർക്ക് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണോ അവർക്ക് പാക്കേജ് ആയിട്ട് ലഭ്യമാക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ, അല്ലെ? അത് ഗസ് ചെയ്യാനൊക്കെ ചിന്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ചിലർക്ക് നമുക്കറിയാം, ചിലർ ജോലിക്ക് പോകുന്നത് തന്നെ അല്ലെ അവർക്ക് ഫിനാൻഷ്യലി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ ഓൾറെഡി സ്വന്തമൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് സമൂഹത്തിന് നല്ലൊരു അംഗീകാരം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ടൈം അത് എൻജോയബിൾ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും, അല്ലെ? ഇൻ കേസ് ഒരു ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമൊക്കെ ജോലി ചെയ്യുന്നവരെ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും അവരെ ജീവിതം ഇങ്ങനെ വീട്ടിലിരുന്ന് മുഷിഞ്ഞു പോകണ്ടെന്ന് കരുതി ജോലിക്ക് പോകുന്നവരുണ്ടാവും, അല്ലാതെയും ഉണ്ടാവാട്ടോ. മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രം ആഗ്രഹിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ കൊണ്ട് അവർ പോകുന്നവരും ഉണ്ടാവാം. ഇൻ കേസ് അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഉണ്ടാവണം, അല്ലെ? തീർച്ചയായിട്ടും ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവരുടേതായിട്ടുള്ള എന്ത് ബെനിഫിഷ്യറി പാക്കേജ് ആണ് അവർക്ക് ലഭ്യമാകേണ്ടതെന്ന് മനസ്സിലാക്കി അവർക്കത് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഇസ് പോസിബിൾ ഓൺലി when the industrial relations between the workers and the management are friendly. നല്ലൊരു സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. Okay, but provides fair benefits to workers. The next നോക്കാം, helps in facilitation of changes. Okay അല്ലേ? തേർഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പത്തിലേക്ക് പോവാലോ?
ഓക്കെ, ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ് അല്ലെ, അവിടെ എന്താണ് പറയുന്നത്, മാറ്റങ്ങള് സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നു. ഹെൽപ്പിന്റെ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി അല്ലെ, ഏതൊരു സ്ഥാപനമാണ്, ഇൻഡസ്ട്രി ആവണമെന്നില്ല, ഇപ്പൊ തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ തുടരെ മാറ്റങ്ങളാണ് അല്ലെ. ഇൻ കേസ് പഠന വിദ്യാഭ്യാസ മേഖല, ഏത് മേഖല എടുത്താലും നമുക്കറിയാം മാറ്റങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക. If the organization has a supportive and cooperative atmosphere, changes are easily accepted. Okay, നമുക്കറിയാം ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഈ ചേഞ്ചസുകളെ വളരെ ഈസി ആയിട്ട് സ്വീകാര്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം വേണം അല്ലെ, ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റം വേണം. തീർച്ചയായിട്ടും ഈ സഹകരണം വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. So organization has a supportive and a cooperative atmosphere. അവിടെ മറ്റുള്ള ഒന്നിച്ച് അല്ലെ സപ്പോർട്ടീവ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് തീർച്ചയായിട്ടും വരുന്ന അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. As a result of this, the benefits of all the most recent innovations, inventions and other technical advances can be utilized effectively. തീർച്ചയായിട്ടും നമുക്കറിയാം പല അല്ലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരുപിടി മുന്നേറാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ. മെഷീൻ ഡെവലപ്മെന്റ് ഇൻ കേസ് നമുക്കറിയാം ഇപ്പൊ എപ്പോഴും അല്ലെ എന്താ പറയുന്നത്, നമ്മുടെ ഗ്ലോബലി നമ്മള് എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും എന്താണ് ആഗോള തലത്തിൽ തന്നെ മുന്നേറാനായിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എന്താണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ്, അത് ക്യാച്ച് ചെയ്യണമെങ്കിൽ, അത് ബെറ്റർ യൂട്ടിലൈസേഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു പങ്കാളിത്തം അവിടെ ആവശ്യമാണ് അല്ലെ. പുതിയ ഇന്നോവേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ, അത് ഉപയോഗപ്രദമാക്കണമെങ്കിൽ സഹകരണത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് അത് സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ സഹകരണത്തിന് എന്താവശ്യമാണ്, ബെറ്റർ റിലേഷൻഷിപ്പ് മോസ്റ്റ്ലി ആവശ്യമാണ്. The workers understand the need of the other and willingly adapt themselves to the required changes. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, അവിടെ എന്താണ് അവരെ വർക്കേഴ്സ് എന്താണ് മാറ്റം എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല അവരെന്താണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ചിലർക്ക് ചിലപ്പോ അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് അത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാകണമെന്നില്ല. ഒരുപക്ഷെ ചില വർക്കേഴ്സ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എന്താണ് പരസ്പരം മറ്റുള്ളവർക്കും കൂടി പകർന്നു എടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എളുപ്പത്തിൽ ഇത് നേടണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെ ചിലർക്കെങ്കിലും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും അങ്ങനെ ഒന്നിച്ച് മൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ മോസ്റ്റ് ആയിട്ട് വേണ്ടത് ബെറ്റർ റിലേഷൻഷിപ്പ് ആണ്. Thus peaceful industrial relations are important for both the employees and employers. തീർച്ചയായിട്ടും നമുക്കറിയാം സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുമ്പോഴേ എല്ലാവർക്കും അത് അല്ലെ പുതുമയുള്ള ഒരു കാര്യമാണ്. ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സന്നദ്ധ അല്ല എങ്കിലും തീർച്ചയായിട്ടും എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഉടമയെ സംബന്ധിച്ചത് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ആരെങ്കിലൊക്കെ അതിന് മുൻകൈ എടുത്ത് വന്ന് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള സന്നദ്ധ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയേഴ്സിനും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സമാധാനപൂർവമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഹെൽത്തിന്റെ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. വരുന്ന ചേഞ്ചസുകളെയൊക്കെ നമുക്ക് സ്വീകാര്യമാക്കാനായിട്ട് അല്ലെ സുഗമമാക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് സഹായിക്കുന്നു. ഓക്കെ, ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കളക്റ്റീവ് ബാർഗെയിനിങ് എഫക്റ്റീവ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്? വിലപേശി മേടിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. നോക്കാം,
Harmonious industrial relations are very crucial for effective collective bargaining, beneficial for both the parties, that is, employee and the employer, to arrive at such an agreement which is beneficial for both of them. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ കൂട്ടായ ബലപേശൽ വേണം അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും യോജിപ്പോട് കൂടിയിട്ട് മുന്നേറിപ്പോണം. ആരൊക്കെ തമ്മിൽ യോജിപ്പോട് കൂടിയിട്ട് മുന്നേറിപ്പോണം? അവിടെ തീർച്ചയായിട്ടും ഒരു സ്ഥാപനമാണ് നമ്മൾ നോക്കണമെങ്കിൽ എംപ്ലോയറും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അത് മാത്രമല്ല, ഇനി ഇതേമാതിരി തന്നെ വേറൊരു ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലെ. എല്ലാവരോടും യോജിച്ച് പോകാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് കളക്റ്റീവ് ബാർഗൈനിങ്, ബെനിഫിഷ്യൽ ഫോർ ദ പാർട്ടീസ്. തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള അർഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് എന്താണ് എംപ്ലോയറിനെ സമീപിച്ച് അല്ലെ ഒന്നിച്ച് നിന്ന് സഹകരിച്ച് തന്നെ ഇന്ന് എംപ്ലോയറിനെ നിന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കും. അതുപോലെ തന്നെ എംപ്ലോയർ പറയാണ് ഞങ്ങൾ മുടക്കുന്ന മുതലിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള അല്ലെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാലറി തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാലറി ചെയ്യുന്നത് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ എഫിഷ്യൻസി അല്ലെ അവരുടെ കാര്യക്ഷമത നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ബാർഗെയിനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ആവശ്യകത വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം ഇരുകൂട്ടർക്കും ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ചെയ്യുന്ന പണിക്ക് എംപ്ലോയി ചെയ്യുന്ന പണിക്ക് ന്യായമായിട്ടുള്ള അംഗീകാരങ്ങളോ കൂലികളോ കിട്ടുന്നില്ലെങ്കിലും ബാർഗെയിൻ ചെയ്യാനായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് സാധിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയർക്കും അല്ലെ അവർ മുടക്കുന്ന മുതൽ മുടക്കിനനുസരിച്ചിട്ടുള്ള ന്യായമായ റിട്ടേൺ കിട്ടുന്നില്ല എങ്കിൽ അത് അവരുമായിട്ട് പങ്കുവെക്കാനായിട്ടും സാധിക്കുന്നു. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പങ്കുവെക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് കളക്റ്റീവ് ബാർഗൈനിങ്, ബെനിഫിഷ്യൽ ബോത്ത് ദ പാർട്ടീസ് അല്ലെ. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇരു പാർട്ടീസിനും അത് ഉപകാരപ്രദമാണ് അല്ലെ. രണ്ടു കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള ചില ബാർഗൈനുകളുണ്ട്. ദാറ്റ് ഈസ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ ടു അറൈവ് അറ്റ് സച്ച് ആൻ എഗ്രിമെന്റ് വിത്ത് ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ഓഫ് ദം. നമുക്കറിയാം ഇങ്ങനെ ഇരുകൂട്ടർക്കും ആവശ്യമായിട്ടുള്ള കളക്റ്റീവ് ബാർഗൈനിങ് വരുമ്പോഴാണ് ഇരുകൂട്ടരും തമ്മിലൊരു കരാർ വ്യവസ്ഥയിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും പ്രൊഡക്ഷനൊക്കെ ഉത്പാദിപ്പിച്ചാന്നുള്ള ഒരു എഗ്രിമെന്റിലായിരിക്കും എന്താണ് എംപ്ലോയർ എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവർക്ക് കൊടുക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണോ അതെല്ലാം നിർവഹിച്ചു കൊടുക്കാനായിട്ട് എംപ്ലോയർ ബാധ്യസ്ഥനുമാണ്. ഓക്കെ, അപ്പൊ ഒരു എഗ്രിമെന്റോട് കൂടിയിട്ട് നല്ലൊരു എന്താണ് ഹാർമോണിയസ് ആയിട്ടുള്ള യോജിപ്പോട് കൂടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ ആണോ? ജസ്റ്റ് ഒരു 5 പോയിന്റ് വായിച്ചു നോക്കാം. Okay, next നോക്കാം.
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെന്റൽ റെവല്യൂഷൻ. എന്താണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്? മാനസികമായിട്ടുള്ള വിപ്ലവം അല്ലെ. മാനസിക വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് എ ജോയിന്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഓപ്പൺസ് ദ പാത്ത് ഫോർ ഇൻഡിവിജ്വൽ ഡെമോക്രസി. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു അല്ലെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ആണെങ്കിലും ഒരു വ്യക്തി തന്നെയാണ്, എംപ്ലോയീസ് ആണെങ്കിലും വ്യക്തികൾ തന്നെയാണ് അല്ലെ. അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഡെമോക്രസിക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു സംയുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു ന്യായമായിട്ടുള്ള ജനാധിപത്യ രീതിയിൽ തന്നെ അല്ലെ ഓരോ വ്യക്തികളെയും ഒരേപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. The process of a joint consultation between employee and employer opens the path for individual democracy. അപ്പൊ ഓരോ വ്യക്തികൾക്കും ഇങ്ങനെ നല്ല രീതിയിലുള്ള ആ പാത വഴി തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ആവശ്യമാണ്? ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. This encourages the workers to perform excellently and consequently get a share in the profit of the organization together with the management. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ അല്ലെ നമ്മളൊരു ഓപ്പൺ ഒരു പാത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും അവർക്ക് എന്താണ് മികച്ച പ്രകടനത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. ഒരു വ്യക്തിഗത ജനാധിപത്യ രീതിയിൽ തന്നെ അവിടെ ഒരു വ്യക്തികളാണ് എന്നുള്ള പരിഗണന കൊടുത്തിട്ട് തന്നെയാണ് അവരൊരു ഡിസിഷനിലൊക്കെ എടുക്കുന്നത് അല്ലെ. അങ്ങനെ പരിഗണിച്ച് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ എന്താണ് ദിസ് എൻകറേജ് ദ വർക്കേഴ്സ് ടു പെർഫോം എക്സലന്റ്ലി അല്ലെ. അവര് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. കാരണം അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കൺസൾട്ടേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കും കൂടി ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അവര് വർക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് തയ്യാറാവും. അതേമാതിരി തന്നെ പ്രധാനമായിട്ടും പറയുന്നത് consequently getting a share in the profit of the organization together with the management. തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റിനും ഇവരുടെയും കൂടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഇവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ള കൺസിഡറേഷനോട് കൂടിയിട്ട് അവർക്ക് എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനായിട്ടൊക്കെ സന്നദ്ധത കാണിക്കുമ്പോൾ അവിടെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു ജനാധിപത്യ മൂല്യത്തോട് കൂടിയിട്ട് മുന്നേറാനായിട്ട് അവർക്ക് സാധിക്കുന്നു. Thus industrial relations totally changes the perspective of the employee and the employer. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന മാത്രമാണ് ഇങ്ങനെയുള്ള ധാരണ. അല്ലെങ്കിൽ ഇപ്പോ തൊഴിലുടമ വിചാരിക്കുകയാണിത് തൊഴിലാളികളാണ് നമ്മൾ പറയുന്നത് എന്താണോ അത് സ്വീകരിക്കുക, അതനുസരിച്ചിട്ട് നടപ്പാക്കുക, അവർക്ക് കൊടുക്കേണ്ട കൂലി ജസ്റ്റ് എന്താണോ അത് കൊടുക്കുക അല്ലെ. ആ ഒരു രീതിയിൽ ആണ് ആ ഒരു അപ്രോച്ച് സമീപനമാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സന്നദ്ധരാകുക. അതേസമയം അവരെയും കൂടിയും പരിഗണിച്ചിട്ട് അല്ലെ അവരെ ഓപ്പൺ ഫോർ ഇൻഡിവിജ്വൽ ഡെമോക്രസി അവരെയും കൂടിയും പരിഗണിച്ചിട്ടുള്ള ഒരു രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് മാത്രമല്ല അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം അങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത വരുന്നത് തീർച്ചയായിട്ടും എന്താണോ അവര് വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ റിട്ടേൺ അല്ലെ അവിടെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് അവര് നല്ല രീതിയിൽ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമുക്കറിയാം എന്തെങ്കിലും ചേഞ്ചസ് അല്ലെ ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോഴും അത് സ്വീകരിക്കുന്നതിനൊന്നും അവർക്ക് തടസ്സം ഉണ്ടാവില്ല അല്ലെ. ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോട്ടലി ചേഞ്ച് ദ പെർസ്പെക്ടീവ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. അങ്ങനെ മൊത്തത്തിൽ അവർക്ക് ഒരു ചേഞ്ചസ് അല്ലെ അവരുടെ ധാരണകൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നു. അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? മെന്റൽ റെവല്യൂഷൻ ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അതേ മെസ്സേജ് കാണുന്നില്ല. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടത് ഞാൻ പറയാം. അതായത് ഇതിന്റെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാനില്ല. പൊതുവെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഒന്നും മോസ്റ്റ്ലി എന്താണ് അതിന്റെ ഉള്ളിൽ പോയിന്റ്സ് ഒന്നും ചോദിച്ച് കാണാറില്ല. ജസ്റ്റ് നിങ്ങളെ ഹെഡിങ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെഡിങ്ങുകളൊക്കെ മസ്റ്റായിട്ട് പഠിക്കാം. എന്നുവെച്ചാൽ അത് ഫോളോയിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
എന്താണ് ട്രേഡ് യൂണിയന്റെ സിഗ്നിഫിക്കന്റ് ആണോ, മറ്റേതിന്റെ സിഗ്നിഫിക്കന്റ് ആണോ, അല്ലെ എന്തിന്റെ ആണെന്നൊക്കെ ഒരു ചിന്ത വരരുത്. കളക്റ്റീവ് ബാർഗൈനിന്റെ സിഗ്നിഫിക്കന്റ് ആണോ എന്നൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരരുത്. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഹെഡിങ്സ് ഒക്കെ ഓർത്ത് വെക്കുക. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റുകളെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. ഇൻക്രീസസ് വർക്കേഴ്സ് മൊറയിലും മനോവീര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. Then provides fair benefits to workers. വർക്കേഴ്സിന് എന്താണ് ഫെയർ ബെനിഫിറ്റ്സ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. Then helps ആ ഒരു ഹെഡിങ്സുകളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. വളരെ റയറായിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അധികം കാണാറില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് കളക്റ്റീവ് പറയുക നോക്കാം. എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. തീർച്ചയായിട്ടും ഇതില് പ്രധാനമായിട്ടും ചോദിക്കുന്നതോട് വളർത്തുന്നോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് എന്നൊക്കെയുള്ള രീതിയിലാണ് കാണാറുള്ളത്. നമുക്കറിയാം വലിയ ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതില് ഏറ്റവും പ്രധാനമുള്ള കുറെ മേഖലകളായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കാം. എന്താണ് മേക്സ് കളക്റ്റീവ് ബാർഗൈനിങ് എഫക്റ്റീവ്, അത് നമ്മൾ കണ്ടു. മെന്റൽ റെവല്യൂഷൻ കണ്ടു. ഇനി ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. കേളെ മെന്റൽ റെവല്യൂഷൻ ഓക്കെ അല്ലേ? കേളെ കണ്ടിന്യൂ ചെയ്യാലോ? നെക്സ്റ്റ് ഫെസിലിറ്റി നിങ്ങൾ പരമാവധി എന്താ പറയാ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാട്ടോ. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ചാപ്റ്റർ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ട് എന്തായാലും ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നമുക്ക് അയക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുകള് സിഗ്നൽസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയെന്ന് വെക്കാം. മെസ്സേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. എന്താണ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വർക്കേഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരെ വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ടും ഈ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുന്നു. നമുക്കറിയാം അവിടെ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് എംപ്ലോയർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെ? അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് കൊടുക്കാനേ സാധിക്കും. ഇൻ കേസ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ നോളജ് ആൻഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സഹായിക്കുന്നു. പിന്നെ ഹാർമോണിയസ് ക്ലൈമറ്റ്, ന്യൂ പ്രോഗ്രാംസ് ലൈക്ക് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ് എക്സെട്ര can be introduced that help in the development of workers. Okay, നല്ലൊരു ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ എന്താ പ്രത്യേകത? പുതിയ പ്രോഗ്രാമുകളൊക്കെ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും അവർ പറയാണ് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് വേണം. അപ്പോൾ ഒരു ട്രെയിനറെ സംഘടിപ്പിച്ച് ട്രെയിനിങ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യണം, അല്ലെ? അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അത് തന്നെയാ പറയുന്നത്. ഇനി ഹാർമോണിയസ് ക്ലൈമറ്റ്, ഇനി പ്രോഗ്രാംസ് ലൈക്ക് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ് എക്സെട്ര can be introduced that help in the development of workers. These programs enhance the skills of the workers and result in increase of productivity at a lower cost. Okay, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ എന്താ പ്രത്യേകത? അവർ നല്ല എഫിഷ്യന്റോടുകൂടിയിട്ട് അല്ലെ സ്പീഡിൽ അവര് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ചെറിയ കോസ്റ്റ്ലി തന്നെ നല്ല ഒരു പ്രൊഡക്ഷൻ ഉത്പാദനത്തോട് കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം ഒരു ട്രെയിനിങ് ഒന്നും കിട്ടാത്തവര് ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതേസമയം ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവർക്കൊരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുമ്പോൾ അവർ നിശ്ചിത കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൈകാര്യം ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അത് എന്തുകൊണ്ട് അവർക്ക് എങ്ങനെ സാധ്യമാകുന്നത്? അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയപ്പോൾ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ്. അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എളുപ്പത്തിൽ ഏൺ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് വേണോ എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പോയിന്റ് പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ,
ക്ലിയർ ആണോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം, റെഡ്യൂസ് വേസ്റ്റേജ്. ഓക്കെ, റെഡ്യൂസ് വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കോഴികൾ ഇൻഡസ്ട്രി. ഓക്കെ, നിങ്ങളിപ്പോ ഞാൻ പറയുന്നോട് പെട്ടെന്ന് തന്നെ സഹകരിക്കുന്നുണ്ട്. റെഡ്യൂസ് വേസ്റ്റേജ് എന്താണ്? കോഴികൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ എ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് ഈച്ച് അതേഴ്സ് നീഡ്. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ്? ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, പരസ്പരം എംപ്ലോയറും എംപ്ലോയും തമ്മിലും ആര് തമ്മിലും കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ എന്താണ് ഒരു മ്യൂച്വൽ സപ്പോർട്ട് അവിടെ ആവശ്യം ഉടലെടുത്ത് വരുന്നു അല്ലെ? മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പരസ്പര സഹകരണം അവിടെ അനിവാര്യമായിട്ട് വരുന്നു. then എന്താണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്? എൻഹാൻസ് പ്രൊഡക്ഷൻ ആൻഡ് റിഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സസ്. ഓക്കെ, ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനൊക്കെ എന്താണ്? പ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ ഒരുപാട് വേസ്റ്റേജുകളൊന്നും വരില്ല അല്ലെ? അതൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. കാരണം ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഇന്ന സാധനം ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽ എത്തുന്നു, ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ദെൻ അപ്പൊ നമുക്കറിയാം ഒരുപാട് വേസ്റ്റുകളൊന്നും വരില്ല. അതെല്ലാം നമ്മളൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ഒരുപാട് സാധനങ്ങൾ അല്ലെ റോ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്, അസംസ്കൃത വസ്തുക്കൾ എത്തിയിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഉപയോഗിച്ചു, കുറച്ചൊക്കെ ഉപയോഗിക്കേണ്ട അവിടെ കെട്ടിക്കിടപ്പുണ്ട് അല്ലെ? അതേസമയം ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ എന്താ പ്രത്യേകത? എത്രത്തോളം വേണം എന്ന് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാനും അതനുസരിച്ചിട്ട് തന്നെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ വേസ്റ്റേജ് എന്ന് പറയുന്ന സംഭവം അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് മെറ്റീരിയൽ ആൻഡ് മെഷീൻസ് ഹെൻസ് സേഫ് ഗാർഡിംഗ് ദ നാഷണൽ ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്കറിയാം ദേശീയമായ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുരക്ഷയെ മുൻനിർത്തിയൊക്കെ തന്നെയായിരിക്കും മെഷീനും മെറ്റീരിയലും മനുഷ്യരും അല്ലെ എല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്ത് ഒന്നിച്ച് നിന്ന് കൈകാര്യം ചെയ്തത്. ഇപ്പൊ ഒരു പക്ഷെ ഒരുപാട് മെഷീൻ സ്ഥാപിച്ചിട്ട് കാര്യമില്ല, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ് ഹ്യൂമൻ റിസോഴ്സും അവിടെ ആവശ്യമാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. ഇൻ കേസ് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തിന് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന് മെഷീന്റെ ആവശ്യമുണ്ട്, ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യമുണ്ട്, അതല്ല എങ്കിൽ മെറ്റീരിയലിന്റെ ആവശ്യമുണ്ടെന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയണമെങ്കിലും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലും തീർച്ചയായിട്ടും എന്താണ് ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെയാണോ? നമുക്ക് ദേശീയ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴും ദേശീയ താല്പര്യവും അവിടെ സംരക്ഷിച്ചു കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ. എന്താണ് ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? അതായത് സുഗമമായ ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ദ മെയിൻ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് ദാറ്റ് ഈസ് ഗ്യാരണ്ടി uninterrupted provisions resulting in continuous employment at all levels of the organization. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് എല്ലാ ലെവലിലുള്ള ഓർഗനൈസേഷനിലും എന്താണ് അവിടെ എന്താണ് മാനേജർ ടു വർക്കേഴ്സ് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു നല്ലൊരു കോർഡിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ അൺഇൻറ്റർപ്റ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നല്ല തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ അല്ലേ? അവിടെ ഒരു ലോക്കൗട്ടോ സ്ട്രൈക്കോ വന്നോ ദിവസങ്ങള് എന്താണ് അവിടെ പെൻഡിങ് ഒന്നും വരില്ല അല്ലെ? ഒരു സ്മൂത്ത് ഫ്ലോ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ റിസൾട്ട് ഒരു കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ലേബർ യൂണിറ്റിന്റെ ഒരു നടത്തിപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷനും അതിന്റെ റിസൾട്ട് ഒരു തടസ്സവും കൂടാതെ രീതിയിലെത്താനൊക്കെ ആയിട്ട് സാധിക്കും. Whether it is for a manager or worker, due to continuity of a production, all the organization resources are effectively used, which leads to higher production for the firm and continuous earning for the workers. നമുക്കറിയാം ഒരു ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നില്ല അല്ലെ? അവിടെ ഇടയ്ക്ക് കുറച്ച് പേര് പോയി ബ്രേക്ക് സംഭവിച്ചു അല്ലെങ്കിൽ സമരം നടത്തി, അപ്പൊ അവിടെ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാതെ പോകുന്നില്ല. ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്താണ് നല്ല ബാർഗെയിനിങ്ങോട് കൂടിയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബെറ്റർ റിലേഷൻഷിപ്പ് അടിസ്ഥാനത്തില് ഓരോ എംപ്ലോയിക്കും എന്താണ് ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു എവിടെയെങ്കിലും ഒരു ഫ്ലോക്ക് എവിടെയെങ്കിലും ഒരു തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നില്ല.
എഫക്റ്റീവായിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഓർഗനൈസേഷന്റെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് മെഷീൻ ആവാം, ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ ഫണ്ട് ആവാം, അല്ലെ എല്ലാം തന്നെ നല്ല ബെറ്റർ രീതിയിൽ തന്നെ ഫലപ്രദമായ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. which leads to higher production for the firm and continuous earning of the workers. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ വരുമ്പോഴെന്താണ് ഹയർ പ്രൊഡക്ഷൻ അല്ലെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല ഒരു കണ്ടിന്യൂസ് അല്ലെ ഒരു തുടർച്ച, അതായത് വർക്കേഴ്സിന്റെ ഇടയിലും അല്ലെ ഏർണിങ്സിന് ഒരു തുടർച്ച, അവർക്കും സാലറി കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നില്ല അല്ലെ. അവർക്ക് വേണമെങ്കിലും മോണിറ്ററി ആയിട്ട് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള അഡീഷണൽ പാക്കേജുകളാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴും ഒരു തടസ്സം കൂടാതെ തന്നെ അവർക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒക്കെയാണോ? സിഗ്നിഫിക്കൻസ് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രേഡ് യൂണിയൻ ആണ്. ഓക്കെ, ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ എംപ്ലോയീസിനൊക്കെ എന്താണ് അവരെ ഒന്ന് അല്ലെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന്റെ ആവശ്യതകള് അതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് അവർ യൂണിയന്റെ നേതൃത്വത്തില് ഒരു പ്രത്യേകമായിട്ടുള്ള സമീപനങ്ങൾ നടത്തുന്നു. തീർച്ചയായിട്ടും ആ സമീപനങ്ങള് തൊഴിലുടമയായിട്ട് ഡീല് ചെയ്തിട്ടാണ് ഈ എംപ്ലോയീസിന്റേതായിട്ടുള്ള ആവശ്യകതകളൊക്കെ നിറവേറ്റുന്നത്. ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ആകുമ്പോൾ ചിലപ്പോൾ ഒരു യൂണിയനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിലധികം യൂണിയനുകളൊക്കെ ആ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവാം. യൂണിയനുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിയന്റെ നേതാക്കൾ ഉണ്ടാവാം അല്ലെ, അതിന്റെ പിൻഗാമികളായിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കും അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ. ഏത് യൂണിയൻ ആണോ ആ യൂണിയനിൽ മെമ്പർഷിപ്പ് ആവുന്നുണ്ടാവും. ഓക്കെ, so the meaning and the definition of trade unions. എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷനിൽ പറയുന്നത്? ടു represent their goals and interests in a better manner, the employees can join an organization which is called a trade union. അതായത് തങ്ങളുടെ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ താല്പര്യങ്ങള് അതൊക്കെ നല്ല രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് അല്ലെ. തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയി ആണെങ്കിലും ആ എംപ്ലോയി കുറച്ച് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സന്നദ്ധ പ്രകടമാക്കുന്നത് അല്ലെ. അവർക്ക് ഒരു നിശ്ചിത സാലറി വേണമെന്നുണ്ടാവാം, സമൂഹത്തിൽ ഒരു പേര് വേണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ള ടൈം വേസ്റ്റ് ആക്കാതെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടാവാം. അങ്ങനെ പല പല ഉദ്ദേശങ്ങളുണ്ടാവാം ഇല്ലേ, ഉണ്ടാവില്ലേ? ഒരു ജോലിക്ക് പോകണമെന്ന് ഒരു വ്യക്തി തീരുമാനിക്കുന്ന ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് അവർക്ക് സാലറി കിട്ടണം, പേയ്മെന്റ് വേണം അല്ലെ.
അങ്ങനെയുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമാണോ ഉള്ളത്? ആണോ? ആണോ? സലാർ വേണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിട്ട് ജോലിക്ക് പോണവരുണ്ടാവും. ഉണ്ടാവോ? ഇല്ല അല്ലെ, പല പല ഉദ്ദേശങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവര് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ എംപ്ലോയീസ് ക്യാൻ ജോയിൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് കോൾഡ് ട്രേഡ് യൂണിയൻ. അല്ലെ, വാട്ട് ഈസ് ട്രേഡ് യൂണിയൻ എന്നുള്ള ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ടു റെപ്രസെന്റ് ദെയർ ഗോൾസ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ എ ബെറ്റർ മാനർ. അതായത് സ്വന്തം ഇതില് അല്ലെ നമ്മുടെ ഇൻഡസ്ട്രികളും ലക്ഷ്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ എംപ്ലോയീസ് ക്യാൻ ജോയിൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് കോൾഡ് ട്രേഡ് യൂണിയൻ. അങ്ങനെ ആ ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്ക് നേടുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് അവർ എടുക്കുന്നത്. For this employee pay an annual fee and in response to their interest and powerfully represented. അതായത് നമ്മളിപ്പോ യൂണിയനിലൊക്കെ പങ്കാളിയാവുമ്പോൾ ഒരു നിശ്ചിത ഫീസോട് കൂടിയിട്ടായിരിക്കും അവരുടെ എന്താണ് പങ്കാളിത്തൊക്കെ ലഭ്യമാകുന്നത്. ആണോ? ചെറിയ ഫീസ്, ആനുവൽ ആയിട്ടുള്ള ചെറിയ ഫീസൊക്കെ ആയിരിക്കും അവരെ എന്താണ് പേയ്മെന്റ് ആയിട്ട് ഈടാക്കുന്നത്. This is more effective than negotiating for such a rise which the employer on an individual basis. തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡ് യൂണിയനിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? അവിടെ യൂണിയന്റെ നേതാക്കളുടെ നേതൃത്വത്തിലൊക്കെ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് സംഘടിപ്പിക്കും അവര്? എന്തെങ്കിലും സംഘടിപ്പിക്കോ? എന്തെങ്കിലും സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടാവും. ചർച്ചകൾ സംഘടിപ്പിക്കും ഇല്ലേ? ചർച്ച സംഘടിപ്പിക്കില്ലേ? ഇൻ കേസ് എംപ്ലോയിക്ക് അവരുടെ അർഹപ്പെട്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരൊരു ചർച്ച വേണമെന്നുള്ള നിലപാടിലേക്ക് എത്തും. അപ്പൊ തീർച്ചയായിട്ടും ഈ ചർച്ചയ്ക്ക് ഒരു എംപ്ലോയി ചെന്നുകൊണ്ട് എംപ്ലോയറിന്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം ഒരു കൂട്ടം എംപ്ലോയീസിനെ അതിന് മുന്നിൽ നയിക്കാനായിട്ട് ഒരു ലീഡർഷിപ്പും കൂടി ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് എന്താണ് ലീഡർഷിപ്പിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇതിനുള്ളത്, ട്രേഡ് യൂണിയനുള്ളത്. For this, the employee pay an annual fee and response to their interest and powerfully represented. Then this is more effective than a negotiation for such rise with the employer on an individual basis. വ്യക്തിപരമായ രീതിയിൽ നമുക്കറിയാം ഒരു ചർച്ചകൾക്ക് സാധ്യത ഉണ്ട്. Then trade union are formed when workers join together. These are also known as organization of workers against the management. Such union help support. അതായത് ഇവിടെ നമുക്കറിയാം ഈ യൂണിയനിലൊക്കെ ഫോം ചെയ്യുന്നതിന് പ്രധാനമായിട്ടും വർക്കേഴ്സ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അല്ലെ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ when workers join together അവരെല്ലാവരും തന്നെ ഒന്നിച്ച് നിന്നിട്ട് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അത് നേടിയെടുക്കാൻ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. These are also known as organization of workers against the management. അതായത് മാനേജ്മെന്റിനെതിരായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ഇതിനെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന TU എന്താണ് TU എന്ന് പറയുന്നത്? TU എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയൻ ആണ്. അപ്പൊ ട്രേഡ് യൂണിയൻ ആണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് നേതൃത്വ നിലയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. These are also known as organization of workers against the management. നമുക്കറിയാം മാനേജ്മെന്റിന്റെ എതിരെ നിന്നിട്ട് അല്ലെ, മാനേജ്മെന്റിൽ നിന്ന് നേടേണ്ട കാര്യങ്ങൾ, ആർക്ക് നേടേണ്ട കാര്യങ്ങൾ, എംപ്ലോയീസിന് നേടേണ്ട കാര്യങ്ങളൊക്കെ യൂണിയന്റെ നേതൃത്വത്തിൽ നിന്ന്, യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ നിന്ന് അത് നേടിയെടുക്കാനായിട്ട് ആണ് ഇത് നിലകൊള്ളുന്നത്. Such unions help and support the workers a lot. ഈ ഇത്തരത്തിലുള്ള യൂണിയനുകൾ വർക്കേഴ്സിനെ ഒരുപാട് അധികം സഹായിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ചിലപ്പോൾ നിശ്ചിതമായിട്ടുള്ള കൂലി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അപ്പോഴൊക്കെയാണ് തീർച്ചയായിട്ടും എന്താണ് യൂണിയന്റെ കൂടി സപ്പോർട്ട് അവർ ആവശ്യപ്പെടുന്നത് അല്ലെ. ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ഒരു മുൻനിരയിൽ അല്ലെ ഏതായാലും നിൽക്കുന്ന വ്യക്തികളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ
ചെയ്തു കൊടുക്കാനായിട്ട് നിർബന്ധിതരാവേണ്ട ഒരവസ്ഥയിൽ എത്തുന്നു. അപ്പൊ എംപ്ലോയീസിന് അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള ന്യായമായ കൂലിയൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അത് ഇൻ കേസ് അങ്ങനെ ജസ്റ്റ് കൂലി മാത്രമാവണമെന്നില്ല അല്ലെ, ഓവർ ടൈം ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പല പല തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെ, വർക്കേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അല്ലെ ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് യൂണിയൻ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ദ വർക്കേഴ്സ് ലോട്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് വർക്ക് അല്ലെ, ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ട്രേഡ് യൂണിയനുകൾ എന്താണ് ഇത്തരത്തിലുള്ള വർക്കേഴ്സിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ആക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രേഡ് യൂണിയൻ ഒക്കെ അബ്രിവേഷൻ ഒക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. അതേമാതിരി തന്നെ വട്ട് ഇസ് ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്കത് ശ്രമിച്ച് അതില് പറഞ്ഞിരിക്കുന്ന അല്ലെ, ട്രേഡ് യൂണിയൻ എന്തിനൊക്കെ വേണ്ടിയിട്ട്, വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ആർക്ക് വേണ്ടിയിട്ടാന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ നിങ്ങളത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ട്രേഡ് യൂണിയനുകളൊക്കെ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി അവര് പവർഫുള്ളി ആയിട്ട് പ്രവർത്തനമാക്കുന്നത്. അതേപോലെ തന്നെ there are also known as organization of workers അല്ലെ, വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ എന്ന രീതിയിലും ട്രേഡ് യൂണിയനെ അറിയപ്പെടാം. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എടുക്കാനുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലെ, ട്രേഡ് യൂണിയൻ ഒന്നും വലിയ ഫ്രഷ് ആയിട്ടൊന്നും ഉള്ളതല്ല, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, റീസൺസ് എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറെ പോയിന്റ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു.